കലാകാരന്മാരുടെ കലാസൃഷ്ടികൾക്ക് അബുദാബിയിൽ പ്രദർശനവും വിപണനവും നടത്തുന്നതിനു വേണ്ടി സാംസ്കാരിക സഹകരണം ഒരുക്കി അബുദാബിയും കേരളവും. കേരള ലളിതകലാ അക്കാദമിയും റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവും തമ്മിൽ കൊച്ചിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേരളത്തിലെ കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ സാധ്യതകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് അബുദാബിയിലെ റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഷഫീന യൂസഫ് അലി പറഞ്ഞു. കേരള ലളിതകലാ അക്കാദമിക്ക് കീഴിലെ കലാകാരന്മാരുടെ കലാസൃഷ്ടികൾക്ക് അബുദാബിയിൽ പ്രദർശനവും വിപണനവും നടത്തുന്നതിനു വേണ്ടി റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് മുൻകൈയെടുക്കും. അബുദാബിയിലെ കലാസൃഷ്ടികൾ കേരളത്തിലും പ്രദർശിപ്പിക്കും. ഇതിനായുള്ള ധാരണാപത്രം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ചീഫ് ക്യൂരേറ്ററും ക്രിയേറ്റീവ് ഡയറക്ടറുമായ മീന വാരിയും ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളിയും ഒപ്പുവെച്ചു. കേരളത്തിലെ കലാകാരന്മാരുടെ സൃഷ്ടികൾ ലോകത്തെ അറിയിക്കുകയെന്ന ഉത്തരവാദിത്തമാണ് റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ഏറ്റെടുക്കുന്നതെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷഫീന യൂസഫ് അലിയും ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്തും പറഞ്ഞു. അറബിക്കില് റിസ്ക് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് വിധിച്ചപ്പെട്ടത് നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നാണ് റിസ്ക് എന്ന ആ വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നും I feel what the artist deserve അവർക്ക് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് റിസ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത്. പ്രശസ്ത കലാകാരനായ ആറ്റിങ്ങൽ രാമചന്ദ്രന്റെ സൃഷ്ടി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അബുദാബി കേരള സംരംഭത്തിന് തുടക്കമായത്. ജനം, കൊച്ചി.